എന്നെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ബി ജെ പിയോടൊപ്പം സഹകരിക്കാൻ താങ്കളുടെ മനസ്സ് തയ്യാറാവും? കെ സുധാകരൻ എന്ന കോൺഗ്രസ്സുകാരൻ ഒരു കാരണവശാലും ബി ജെ പിയോടൊപ്പം ചേരില്ല. ഇനി ഇതിലും വലിയ പ്രയാസങ്ങൾ പറഞ്ഞാലും നമസ്കാരം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും കണ്ണൂർ MP-യുമായ ശ്രീ കെ സുധാകരൻ. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ സംഘർഷഭരിതമായ അവസ്ഥയായിരുന്നു വാർത്തകളിൽ. കുറഞ്ഞ പക്ഷം മനസ്സിപ്പോൾ ശാന്തമായോ? അതൊക്കെ എന്നും പോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ആയാറാം ഗയാറാം, വരും പോകും. അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അതൊക്കെ അന്നേ കഴിഞ്ഞു. ആ ദിവസങ്ങളിൽ ഒരു ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നിയിരുന്നു? ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ സ്വാഭാവികമാണ്. പിന്നെ രണ്ടഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരഭിപ്രായത്തിനെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അതനുസരിച്ച് പാർട്ടിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാനങ്ങ് ഒതുങ്ങി നിന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ പരാജയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായോ? അതോ ഇതിൻ്റെ അകത്ത് എന്ത് പരാജയവും വിജയം വന്നിരിക്കുന്നു? ഇതിനകത്ത് പരാജയവും വിജയമൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ അകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ, അത് യാഥാർത്ഥ്യമാണോ അല്ലാതെ അംഗീകരിച്ചില്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എൻ്റെ ആ തീരുമാനം അവർ അംഗീകരിച്ചില്ല. ഞാനത് അവർക്ക് വിട്ടുകൊടുത്തു. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കണ്ണൂരിൽ MP ആയിരിക്കെ ഇവിടെ MLA സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് നിയമസഭയിലൂടെയാണ്. നിയമസഭയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ആ സാഹചര്യം നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള താല്പര്യമനുസരിച്ചാണ് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചത്. അല്ല, ഇപ്പോൾ പ്രവർത്തനത്തിന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ കുറേ കൂടി വിശാലമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ ഉള്ള ഒരു പ്രയാസമുണ്ടോ? അതുകൊണ്ട് പ്രയാസം കൊണ്ടല്ല അത് എത്തിക്കുന്നിടത്ത് നമുക്കിപ്പോൾ ഒരു 150 ആളെ എടുക്കാൻ നമ്മൾ വിഷയങ്ങൾ എത്തിക്കുന്നതും 1500 ആളിലേക്ക് എത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? കുറേ കൂടി എഫക്റ്റീവ് ആകും. എനിക്ക് കുറേയും കൂടെ എഫക്റ്റീവായി നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് ആഗ്രഹിച്ചത്. ഇപ്പോൾ ശരിക്കും ഡൽഹിക്ക് പോയത് അതിനു മുമ്പേ തന്നെ താങ്കൾ പറഞ്ഞിരുന്നു ഇവിടെ മത്സരിക്കുമെന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ആലോചന മുകളിലില്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമിതിയിലില്ല എന്ന് കണ്ടപ്പോഴാണ് താങ്കൾ അങ്ങോട്ട് പോകേണ്ടി വരുന്നത്. അത് ഹൈക്കമാൻഡ് വിളിച്ചിട്ട് പോയതാണോ അതോ താങ്കൾ സ്വന്തം? വിളിച്ചിട്ടല്ല, ഞാൻ നേരിട്ടിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണാൻ പോയതാണ്. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. പക്ഷേ പാർട്ടിക്ക് ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും ഇത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനയെ പോലെ ഇത്രയും വിസ്താരമായി ഇത്രയും വലിയ ഒരു സംഘടനക്ക് ഒരുപാട് എല്ലാ കാര്യത്തിലും താല്പര്യങ്ങളും എല്ലാ കാര്യത്തിലും അവർക്ക് കാഴ്ചപ്പാടുകളും ഉണ്ടാകും. ആ കാഴ്ചപ്പാടുകൾ എനിക്ക് വേണ്ടി മാറ്റിമറിക്കാൻ സാധിക്കുന്നില്ല. അത് വേണമെന്ന് പറയുന്നത് ഞാനും ഉചിതമല്ല എന്നെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ കമ്പൽ ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ആവശ്യം പറഞ്ഞു. ആ ആവശ്യത്തിന് ഇന്ന രീതിയിലൊരു പ്രതിസന്ധി ഉണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കി. ഞാനതിനകത്ത് പിന്തിരിഞ്ഞു. ഇപ്പോൾ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമാണ് താങ്കൾക്കും അതേ നിലപാടാണ്. അതിൽ താങ്കളുടെ എതിർപ്പില്ലാതായി? എനിക്കൊരു എതിർപ്പൊന്നുമില്ല അക്കാര്യത്തിൽ. ഞാനത് എല്ലാ നേതാക്കന്മാരെയും കണ്ട് ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ അവിടെ ഗോദാവരി ഫ്ലാറ്റിലായിരുന്നു താങ്കൾ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ പക്ഷേ രാഹുൽ ഗാന്ധിയെയോ ഖാർഗെജിയെയോ നേരിട്ട് കാണാൻ കണ്ടിരുന്നു. ഞാൻ വരുന്ന സമയത്ത് കണ്ടിട്ട് തിരിച്ചു ഫോണിൽ സംസാരിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ല, ഞങ്ങൾ കണ്ടു, സംസാരിച്ചിട്ടാണ് വന്നത്. സംസാരിച്ച സമയത്ത് എങ്ങനെയാണ് ഇതിലൊരു തീർപ്പിലേക്ക് എത്തിയത്? അദ്ദേഹം എന്താണ് തീർപ്പിലൊന്നും എത്തിയില്ല. അദ്ദേഹം പറഞ്ഞു നമുക്ക് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ചർച്ച നടത്തി പരിഹരിക്കാം, സുധാകരൻ ഇപ്പോൾ പോയിക്കോ എന്ന് പറഞ്ഞങ്ങനെ. അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള ഓഫറൊന്നും അതിനൊന്നും ഞാനും നോക്കൂല. എന്നൊന്നും സ്ഥാനമാനങ്ങൾ കാട്ടി എന്നെ നിലനിർത്താൻ വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. അതിനൊന്നും എന്നെ കിട്ടുകയില്ല. എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടോടൊപ്പം ഞാൻ ഒത്തു നിൽക്കുന്നൊരുത്തനാണ് ഒരാൾ. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എൻ്റെ മനസ്സാക്ഷിക്ക് വിധേയമാണ്. മറ്റുള്ളവരുടെ മനസ്സാക്ഷിക്ക് വിധേയമായതൊന്നും എനിക്ക് ബാധകവുമല്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് വിധേയമായത് ഞാൻ സ്വീകരിക്കുള്ളൂ. ആ സ്വീകരിക്കുന്നിടത്ത് എന്നൊക്കെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാനതിൻ്റെ അകത്ത് നിൽക്കുന്നു. ആ നിൽക്കുന്നത് നമുക്ക് നാളെ പരിഹരിക്കാമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാൻ വരുമ്പോൾ എൻ്റെ കൈപിടിച്ച് പറഞ്ഞാണ് അദ്ദേഹം എന്നെ വിട്ടത്. അദ്ദേഹം വന്ന് കർണാടകയിലായിരുന്നു. കർണാടകയിൽ നിന്ന് ആദ്യം അദ്ദേഹം എന്നോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് വറി, വി കൻ അറേഞ്ച് എവറിഥിങ് ആഫ്റ്റർ ദാറ്റ് സം
അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് താങ്കൾ. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് എടുത്തതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ചകൾ നടന്നു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. എന്നാൽ തന്നെയും പഴയ കാലത്തെ അപേക്ഷിച്ച് കുറെ കൂടി സ്മൂത്ത് ആയിട്ടാണ് അവസാനിച്ചത് എന്ന നിലയിലാണ് നേതാക്കൾ പറയുന്നത്. ഒരുപക്ഷെ ശരിയുമായിരിക്കാം. പക്ഷേ സുധാകരൻ ഇങ്ങനെയൊരു നിലപാട് എടുത്തതുകൊണ്ട് മാത്രം പാർട്ടിക്ക് ഒരു ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ? ഡാമേജ് ഒന്നുമില്ല. ഇതൊക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വാഭാവികമാണ്. കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്ര വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നു എന്ന് പറയുന്നത് ഒരു കുറ്റകരവുമല്ല, ഒരു തെറ്റുമല്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കേണ്ടുന്ന വിഷയമാണ്. അതിന് വിശാലമായൊരു ജനാധിപത്യ ബോധം വേണം. ആ ബോധമുള്ളവരാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ കൂളായി വളരെ സ്മൂത്തായി നമ്മൾ ആ വിഷയം പറഞ്ഞു തീർത്തു. ഇപ്പോൾ താൻ കാരണം ഇങ്ങനെ ഒരു തലവേദന കോൺഗ്രസിനുണ്ടായി അല്ലെ പാർട്ടിക്ക് ഉണ്ടായി എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? തലവേദന എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ തമ്മിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായി. ആ അഭിപ്രായങ്ങൾ പരിഹരിക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഒരു കോൺഗ്രസിനെ പോലത്തെ ഒരു വലിയ പാർട്ടിക്കകത്ത് ഇത്തരം തീരുമാനമെടുത്ത് അത് അവസാനിപ്പിച്ചു എന്നതിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തു, താങ്കൾക്ക് ഈ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഏത് നിലയിലാണ് പ്രചാരണ രംഗത്ത് ഉണ്ടാവുക? ഞാൻ സജീവമായി ഉണ്ടാവും. സജീവമായി എല്ലായിടത്തും ഉണ്ട്. ഇന്നോ നാളെയോ മറ്റോ പരിപാടിയുണ്ട്, പബ്ലിക് പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കും. തർക്കമൊന്നുമില്ല. ഇതിലിപ്പോൾ ഒരുപക്ഷെ LDF താങ്കൾ ഈ സ്ഥാനത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അല്ലെങ്കിൽ MLA മത്സരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പ്രചാരണത്തിൽ ഉന്നയിക്കുമായിരിക്കും. അവർ ചിലപ്പോൾ അത് അവരുടെ കാര്യം CPM പോലും അത് നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ അവരുടെ CPM-ന്റെ ഒരു ജില്ലാ നേതാവോട് സംസാരിച്ചല്ലോ. അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കണ്ടല്ലോ. അദ്ദേഹം നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. DK ഗോവിന്ദൻ. ഞാൻ 3/4 മണിക്കൂറോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ആ സംസാരിച്ചിട്ട് അദ്ദേഹം CPM-ലേക്ക് പോയില്ല. അദ്ദേഹം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കണം. ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ കോൺഗ്രസ് തന്നെ ഉണ്ട്. അതെ. അല്ല, അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി മോഹം എന്നുള്ള വിഷയം CPM-ന് ഉന്നയിക്കാൻ കഴിയില്ല, LDF-ന് ഉന്നയിക്കാൻ കഴിയില്ല. ഒരിക്കലും പറ്റില്ല. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ശ്രീ TK ഗോവിന്ദൻ അതുപോലെ V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഇപ്പോൾ CPM-ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ്. അവർക്കെതിരെ കോൺഗ്രസിൽ നിന്ന് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നുണ്ട്. അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവരോട് വിമത സ്ഥാനാർത്ഥികളുണ്ടോ? തളിപ്പറമ്പിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. അതൊക്കെ സ്വയം തോന്നി നിൽക്കുന്ന ആളുകളാണ്. അത് ഞങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥികൾ അവിടെ രണ്ടിടത്തും ഉണ്ടാവില്ല. പയ്യന്നൂരിലായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുള്ള ശ്രമം പാർട്ടി നടത്തും. അതെ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ പാർട്ടി നേതൃത്വം, അതായത് DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ TO മോഹനൻ, അവർക്കൊക്കെ ചെറിയ തരത്തിലെങ്കിലും ഒരു താങ്കളുടെ ഈ ശ്രമങ്ങളുടെ കാരണം ഒരു യോജിപ്പോ കാരണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ തുടർന്ന് അവരുമായിട്ടുള്ള പ്രവർത്തനത്തിൽ താങ്കൾ എന്ത് സമീപനം? ആ വിയോജിപ്പൊക്കെ തുടച്ചു മാറ്റി നമ്മൾ വളരെ സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ പിരിഞ്ഞത്. എല്ലാ പിന്തുണയും ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ ആദ്യമായി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ആ ഉദ്ഘാടനം നടക്കും. ആ ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ അതിനിടയിൽ വന്ന വാർത്തകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും റിപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ താങ്കൾക്ക് ഒരു ഘട്ടത്തിൽ MP-മാർ മത്സരിക്കേണ്ട എന്ന കർശന തീരുമാനം എടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് മാത്രമായി ഇളവ് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് വാർത്ത വന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇല്ല, ലിസ്റ്റിൽ മാറ്റമൊന്നുമില്ല, TO മോഹനൻ തന്നെയായിരിക്കുമെന്ന് വീണ്ടും വാർത്തകൾ വന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ വന്നു. താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അല്ല, ഞാനതിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല തീരുമാനത്തിലേക്ക് വന്നത്. ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഒന്നും തോന്നിയില്ല. നമ്മൾ സത്യത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായി. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം നിലനിർത്തി കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വളരെ താഴോട്ട് വന്നതുകൊണ്ട് ആ പ്രശ്നങ്ങൾ അങ്ങ് തീർന്നു. ഈ തെറ്റായ വാർത്തകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ താങ്കളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടയ്ക്ക് തീരുമാനിച്ചു എന്നുള്ള തെറ്റായ വാർത്ത വന്നപ്പോൾ താങ്കൾ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു അത് തിരുത്താൻ? പിന്നെന്താ, തിരുത്താൻ ആവശ്യപ്പെട്ടു? വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ. ഓക്കെ.
അതേസമയം തന്നെ ഇടയ്ക്ക് വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ സി രഘുനാഥ് ഇവിടെ മുമ്പ് കോൺഗ്രസിലുണ്ടായിരുന്ന താങ്കളുടെ വളരെ അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം ഇപ്പോൾ BJP ചേർന്ന് BJP സ്ഥാനാർത്ഥിയാണ് കണ്ണൂരിൽ. അദ്ദേഹം പിന്മാറിയിട്ട് താങ്കൾ BJPയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വന്നിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ബന്ധം BJP നേതാക്കൾ താങ്കളെ വിളിച്ചിരുന്നു? അല്ല, എന്നൊക്കെ ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ആര്? സി രഘുനാഥ് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ സഹായം വേണമെന്ന് ചോദിച്ചിരുന്നു. അവന് തൽക്കാലം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, സ്നേഹത്തോടെ പിരിഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അല്ല, ഒന്നുമില്ല, എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ സഹായമൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹത്തോട് മറുപടിയും പറഞ്ഞു. അതോടുകൂടി ഫോണും ഓഫാക്കി നമ്മളങ്ങ് പിരിഞ്ഞു. എന്നെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ BJPയോടൊപ്പം സഹകരിക്കാൻ താങ്കളുടെ മനസ്സ് തയ്യാറാവും? ഒരിക്കലും. കെ സുധാകരൻ എന്ന കോൺഗ്രസ്സുകാരൻ ഒരു കാരണവശാലും BJPയോടൊപ്പം ചേരില്ല. ഇല്ല. ഇനി ഇതിലും വലിയ പ്രയാസങ്ങൾ തരാന്ന് പറഞ്ഞാലും BJPയിലേക്ക് ഞാനില്ല. സാമ്രാജ്യം? യെസ്, സാമ്രാജ്യം തരാം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ BJPയിലേക്ക് ഇല്ല. ആ ഓഫറൊക്കെ നേരത്തെ പലവട്ടം വന്നതാണ്. അതൊക്കെ ഞങ്ങളങ്ങ് പിന്തള്ളി പോയതാണ്. അതെന്താ അങ്ങനെ വരാനുള്ള കാരണം? ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. തത്വാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട് നമുക്കൊക്കെ. അതനുസരിച്ച് നിലനിർത്തി കൊണ്ടുപോക്കാണ് ഞങ്ങളെയൊക്കെ അഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് അത് നമ്മൾ മാറ്റാൻ നിർവാഹമില്ല. പക്ഷേ ഇപ്പോൾ സി രഘുനാഥ് ഇവിടെ മത്സരിക്കുന്നു, TO മോഹനൻ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ TO മോഹനന്റെ വിജയത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുക എന്നറിയാം. അപ്പോൾ സി രഘുനാഥിനോട് ഏതെങ്കിലും തരത്തിൽ മാനസികമായ ഒരു അദ്ദേഹത്തോട് ഉള്ള വ്യക്തിപരമായ സ്നേഹത്തോടെ പറയും, സഹായിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സാധിക്കില്ല എന്ന് എനിക്കറിയാലോ. കോൺഗ്രസിൻ്റെ അകത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സഹപ്രവർത്തകരാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കണം, അത് ഞങ്ങളെ ഒരു ഭരണഘടനാപരമായ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് വിടും. അദ്ദേഹം BJP പോയത് എന്തിനാണ്? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ തന്നെ നിർത്താൻ സാധിക്കും? അറിയില്ല. ഞങ്ങളൊന്ന് ശ്രമിച്ചതാണ് തിരിച്ചു പിടിക്കാൻ, കഴിഞ്ഞില്ല. ഈ തിരഞ്ഞെടുപ്പിൽ UDFന് എത്ര സീറ്റ് കിട്ടും? അതിൻ്റെ അകത്തും ഭൂരിപക്ഷം സീറ്റ് കിട്ടും. അതായത് 71 ഭൂരിപക്ഷം ഉറപ്പായിട്ട് കിട്ടും. അതാണോ കിട്ടാൻ പോകുന്നത്? താങ്കളുടെ കണക്കനുസരിച്ച് എത്ര വരെ പോകാം? അല്ല, കണക്ക് എന്തായാലും ഭൂരിപക്ഷ സീറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഭരിക്കും, ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുകയും UDF അധികാരത്തിലേക്ക് വരികയും ചെയ്താൽ താങ്കളുടെ മനസ്സിൽ എങ്ങനെയുള്ള ഒരു ഭരണം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതായത് നല്ല ഭരണം ഉണ്ടാവണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണമായി, താല്പര്യമുള്ളൊരു ഭരണമായി അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ ഭരണാധികാരികൾ മാറണം. അതിൻ്റെ ഭാഗമാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭാഗമാകണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് പാർട്ടി പറയട്ടെ. അല്ല, ഇപ്പോൾ മത്സരിക്കുന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് പോലെ ആ ഭരണത്തിന്റെ ഭാഗമാകണം എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഒരു അഭിപ്രായമുണ്ട്? അല്ല, അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ആര് ഭരിക്കണം, ആരാണ് ഭരണകക്ഷി, ആരാണ് മന്ത്രി, ആരാണ് മുഖ്യമന്ത്രി, ആരാണ് സഹമന്ത്രി, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. പാർട്ടി തീരുമാനിക്കട്ടെ. അതായത് ഇപ്പോഴത്തെ അതിനെ പറ്റുന്ന കഴിവുള്ള നേതാക്കന്മാർ പാർട്ടിക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പല സന്ദർഭങ്ങളിലായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, K സുധാകരൻ തന്നെയുണ്ട്, അടൂർ പ്രകാശുണ്ട്, അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട്. ആരെയാണ് താങ്കൾ മുഖ്യമന്ത്രിയായി മനസ്സിൽ കാണുന്നത്? അത് പാർട്ടിയുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടതല്ലേ, പാർലമെന്ററി പാർട്ടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ, ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ലല്ലോ. നമ്മൾ ഒറ്റക്ക് പറയുന്നത് ശരിയല്ല. താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഒരു അച്ചടക്കമുള്ള, പൂർണ്ണമായും കോൺഗ്രസിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് താങ്കൾക്ക് ഇപ്പോഴുള്ളത് എന്നാണ് താങ്കളുടെ ഈ മറുപടികളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പാർട്ടിക്ക് സമർപ്പിതനാണ്, പൂർണ്ണമായും. എക്കാലത്തേക്കും. എക്കാലത്തേക്കും. വളരെ നന്ദി ശ്രീ K സുധാകരൻ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്.